വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം കുറച്ച് നാളിന് ശേഷം നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ എല്ലാവരും കൂടെ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഗുരുവായൂർ പോവാണ്. സോ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മുടെ ട്രെയിൻ നേത്രാവതി എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ട്രെയിൻ വന്നു. ഇനി നമ്മൾ കയറി ഒന്ന് സെറ്റിൽ ആവട്ടെ. ഗൈസ്, ഞങ്ങൾ ട്രെയിനിൽ കയറി. ഞങ്ങൾ ഭയങ്കര സെറ്റുകളാണ്. നിങ്ങൾ എവിടെ കയറി കിടക്കും നോക്ക്. എന്തോ വന്നപ്പോ ഒക്കെ ഇവിടെ പറഞ്ഞത്. ഗൈസ്, അങ്ങനെ നമ്മുടെ ട്രെയിൻ നീങ്ങി തുടങ്ങി. ഡാനു വന്നു, നീതി വന്നു, ടിക്കറ്റ് ഇല്ലാത്ത കീർത്തി ചേച്ചി, താഴെ കിടക്കുന്ന കീർത്തി ചേച്ചിയുടെ കൂട്ടുകാരി ഇവിടെ വെച്ച് ഇപ്പൊ പരിചയപ്പെട്ട്. സോ ഞങ്ങൾ അങ്ങനെ തൃശ്ശൂർ പോവാണ്. ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ കോഫി കുടിച്ചു. ഞാൻ ചായ. എന്റെ കോഫി കാണിക്കും. അങ്ങനെ ഞങ്ങൾ അയ്യോ കൊള്ളാം കേട്ടോ. അങ്ങനെ നമ്മൾ എവിടെയോ എത്തി. ഇപ്പം എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള ടൈമായി. ഞാനും ഒക്കെ ഫുഡ് കഴിച്ചു ഓൾറെഡി. അമ്മയും കിച്ചും കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഞാനും വൃന്ദയും കഴിക്കുന്നുണ്ട്. അമ്മ രാവിലെ എണീറ്റ് ഇതെന്തോ ഉണ്ടാക്കിയത്? പുലാവ് ഉണ്ടാക്കി. പുലാവും സാലഡും പപ്പടും. ഇത് കീർത്തി ചേച്ചിയുടെയും നിധിയുടെയും. അവർ ചോറും എന്തൊക്കെയോ കൊണ്ടുവന്നു. ഗായ പാടിക്കൊടു നിധി. ഗാ വെച്ച് ബാക്കി അവരെല്ലാവരെയും ഞങ്ങൾ വണ്ടി കയറ്റി വിട്ടു. ശല്യങ്ങളെല്ലാവരും വണ്ടി കയറ്റി വിട്ടു. ഇപ്പം ഞങ്ങൾ ഒരു പരിചയമില്ലാത്ത ഏതോ ഒരു ബസ്സിൽ ഏതോ ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. അഡ്വഞ്ചർ എത്തിക്കഴിയുമ്പോൾ പറയാം എവിടെ എത്തിയോ. എന്തോ കൈപ്പറമ്പിലോട്ടാണ്. ലേഡീസ് ഉണ്ട്. നല്ല രസമല്ലേ? പെമ്പിളരെ മാത്രമേ. ആ ബസ്സിലല്ല, നമ്മളിവിടെ വേറെ ആണുങ്ങളായിട്ടാണ്. നല്ല രസമാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്ന് അടുത്ത ഹോട്ടലിലോട്ട് ചാടിയിരിക്കുക. ഗൈസ്, അങ്ങനെ നമ്മളിതാ സൗത്ത് വൃന്ദാവിന്റെ കവാടത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ചുമ്മാ വീട്ടിലിരുന്ന ഒരക്ഷരം പഠിക്കാത്തവൻ ട്രെയിനിൽ ഇരുന്ന് പഠിക്കണമെന്ന് ഞാൻ നോക്കിയപ്പോ ഇതൊരു വീടാണ്. ഇവിടെ ഒരു അമ്മൂമ്മ മാത്രമേ ഉള്ളൂ. ഫുൾ കൃഷ്ണന്റെ സ്റ്റാച്ചു ഒക്കെയുള്ള എല്ലാ വീടും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതല്ലേ ക്യാമറയിൽ എന്തെങ്കിലും ഇത് വന്നോണ്ടിരിക്കുന്നത്. ഇതാണ് ജഗന്നാഥപുരിയിലെ ഭഗവാന്റേത്. ഇങ്ങ് അറ്റത്തിരിക്കണില്ലേ, ഇതിന്റെ ഇപ്പുറത്ത് നോക്കാം. ഇതോ അകത്ത് ഇപ്പുറത്ത് കൃഷ്ണ. ഇതാണ് കൃഷ്ണ വൃന്ദാവനത്തിലെ കൃഷ്ണൻ്റെ. അല്ല ഇങ്ങനെ കാണിക്കുന്നത്. നമ്മളിതാ ഈവനിങ് ഇവിടേക്കൊന്ന് കറങ്ങി നടന്നിട്ട്
ഇവരുടെ സ്നാക്ക് ബാറിൽ ഫുഡല്ല ചായയും സ്നാക്സും ഒക്കെ കഴിക്കാനായിട്ട് വന്ന് നിൽക്കുവാണ്. നമുക്കിവിടെ ചായ കോഫി അങ്ങനെ ഒന്നും കിട്ടില്ല. പിന്നെ ഉള്ളത് ഹെർബൽ ടീ ആണ് കേട്ടോ. എന്താണെന്ന് അറിഞ്ഞൂടെ, കുടിച്ചിട്ട് പറയാം എന്താണെന്ന്. ഉഴുന്നുവട മേടിച്ചു, സമൂസ മേടിച്ചു, സമൂസ കഴിച്ചിട്ട് നല്ല ചട്നി, നല്ല ചട്നി ഹായ് നോറ. ഹായ്. അയ്യോടാ സുന്ദരിമണി, സുന്ദരിമണി നടന്നു വന്നതുണ്ട് അവിടെ നിന്ന്. എപ്പോഴും എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കൊച്ചിന് പായസം കുടിച്ചൊക്കെ മധുരം എങ്ങനെയുണ്ട് കത്തി? ഹെർബൽ ടീ ഞാൻ വിചാരിച്ചത് മറ്റേ ഈ പാലില്ലാത്തൊരു അങ്ങനത്തെ പൊളി. ആ പാൽപ്പൊടി കഴിഞ്ഞ് പൊതിഞ്ഞ് വെച്ചേക്കും. മോളി നിറഞ്ഞു ഗൈസ്. നമ്മളിപ്പോൾ കുളിച്ച് വൃത്തിയായിട്ട്, കുളിക്കാത്ത ഒരാളിലുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. പിന്നെ അല്ല വേറൊരാൾ കുളിച്ചിട്ട് ഞങ്ങളിതാ ഇവിടുത്തെ അമ്പലത്തിൽ വന്നു. ഇവിടെ പൂജ നടക്കുവാണ്. പിന്നെ ഇവിടെ ഉള്ള ആൾക്കാരെല്ലാവരും സൈഡിലിരുന്ന് പൂവൊക്കെ കെട്ടി അങ്ങനെ കൊള്ളാം, നല്ല വൈബുണ്ട്, വേറൊരു ഭക്തി വൈബ്. നിങ്ങൾ രണ്ടുപേരും എവിടെ പോവാ? ഗോപികമാർ ഒരുങ്ങി വരുന്നതാണ് ഇഷ്ടം. നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. ഫുഡ് റൈസും ഒരു വെജിറ്റബിൾ കറിയും കൊടുക്കുക, പപ്പടമുണ്ട്. ഹലോ ഗായ്സ്, സോ ഇതാണ് കേട്ടോ നമ്മൾ പ്രോഗ്രാം ഡേ. നല്ല വെയിൽ, കണ്ണ് ഉറക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ഇറങ്ങി പ്രോഗ്രാം ചെയ്യാനുള്ള അമ്പലത്തിലോട്ട് പോവുകയാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന വീട് ഇതാണ്. ഇവിടെ നിന്ന് ഈ ഒരു റോഡല്ല, ഈ ആശ്രമത്തിൻ്റെ അകത്താണ് ഈ വീടും വില്ലയൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കുമ്പോൾ നമ്മളവിടെ എത്തും. നമ്മുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു ഞാനിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ ഇന്നത്തെ ലാസ്റ്റ് ഫുഡ്. നമ്മുടെ സൗത്ത് വൃന്ദാവനിലെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നമ്മളിതാ തിരിച്ചു പോവാണ്. സോ അടിപൊളിയായിരുന്നല്ലേ 2 ദിവസം? പൊളിച്ചു, 2 ദിവസം പൊളിച്ചു. എന്തോ അമ്മ രാവിലെ 4 മണി തൊട്ട് പണിയെടുക്കുകയാണ് പാവമ്മ. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.